തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് അടിയന്തരമായി സംരക്ഷണ ഭിത്തി കെട്ടി പൂർത്തിയാക്കണമെന്നും കൂടുതൽ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കണമെന്നും എം.വി. ഗോവിന്ദൻ എം.എൽ.എ. കുപ്പം കപ്പണത്തട്ടിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ദേശീയപാതയുടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവിടെ ഇല്ലാത്തതിനാലാണ് വലിയ അപകടം ഒഴിവായത്. വ്യാഴാഴ്ച രാവിലെ അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തിയേറിയ പാറകൾ വരെ ഇടിഞ്ഞിട്ടുണ്ട് എന്നതിനാൽ വലിയ ആശങ്ക സ്വാഭാവികമായും ഉണ്ടാകും. അത് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിക്കാരും ജില്ലാ ഭരണാധികാരികളും മുൻകൈയെടുക്കണം. അതിന്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടതുണ്ട്. അപകടത്തെക്കുറിച്ച് നേരിൽ മനസ്സിലാക്കിയ ശേഷം കളക്ടർ അരുൺ കെ വിജയനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് അവശേഷിക്കുന്ന ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്ത് ഫലപ്പെടുത്തുകയും സംരക്ഷണ ഭിത്തി പൂർത്തിയാക്കുകയും ചെയ്യാൻ ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാം. ഇതുപോലുള്ള അപകടം ഇനിയും രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ. തൊഴിലാളികളാരും അതിൽ ഉൾപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ആശ്വാസം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് വളരെ ശാസ്ത്രീയമായി ചുറ്റി നിർത്തില്ലേ വെക്കുന്നു. അവിടെ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കാണുന്നുണ്ട്. അതെങ്ങനെയാണ് പരിശോധിച്ചാലേ മനസ്സിലാവും. ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ട് ഫലപ്രദമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് മാത്രമേ കഴിയുള്ളൂ. അത് ചെയ്യണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ അതുപോലെ നാഷണൽ ഹൈവേ എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള വളരെ ഫലപ്രദമായൊരു പ്രതിരോധം തീർക്കുന്ന നില സ്വീകരിക്കണം. അതുമാതിരി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പണി പൂർത്തിയാക്കാൻ സാധിക്കണമല്ലോ. അതിനാവശ്യമായ രീതിയിലുള്ള ഇടപെടൽ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇടിഞ്ഞ ഭാഗത്തുകൂടിയാണ് ദേശീയപാതയുടെ സർവീസ് റോഡ് കടന്നു പോകേണ്ടത് എന്നതും ഗൗരവമായി കാണണം. ജനങ്ങളുടെയും യാത്രക്കാരുടെയും ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കുന്ന തരത്തിലായിരിക്കണം നടപടികൾ എടുക്കേണ്ടത്. അക്കാര്യവും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കളക്ടർ അറിയിച്ചത്. അപകടം ആവർത്തിക്കാത്ത തരത്തിൽ ജാഗ്രതയോടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഉടൻ പണി പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചതായും എം.വി. ഗോവിന്ദൻ എം.എൽ.എ. പറഞ്ഞു. തളിപ്പറമ്പ് നഗരസഭാ കൗൺസിലർ ടി ബാലകൃഷ്ണൻ, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ എന്നിവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.